700 മറ്റോ ആയിരുന്നു, ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയാം. അതെ, 730 9,730 ആയിട്ടുണ്ട്. സോ 10K ആവാൻ ഇനി ഒരു 200 സംതിങ്ങിന്റെ കുറവും കൂടി ഉള്ളൂ. സോ മാക്സിമം ഒരു 270 അത്രേ കുറവേ ഉള്ളൂ. 732. ഓക്കെ സോറി. അപ്പൊ ബാക്കി പറഞ്ഞ 268 സബ്സ്ക്രൈബറിന് കുറവും കൂടെ ഉള്ളൂ. 2 ദിവസത്തിനുള്ളിൽ ആവും. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിപ്പോ ഈ ഓൺ കണ്ടന്റ് നമ്മൾ ഇപ്പോഴും ഇട്ട് കഴിഞ്ഞാല് പിന്നെ ഈ പറഞ്ഞ നമ്മൾ ഈ ഒരു മോണിറ്റൈസ് ആയി കഴിഞ്ഞ ശേഷം നമുക്ക് ഇവിടെ ഇടാനൊന്നും ഉണ്ടാവില്ല. അല്ലെങ്കിൽ കാരണം ക്ഷാമം വരാൻ ചാൻസ് ഉണ്ട്. ഞങ്ങൾ എല്ലാവരും വർക്കിംഗ് ആയതുകൊണ്ട്. സോ സമയം കിട്ടില്ല. അപ്പോൾ ഒരു ഞായറാഴ്ച മാത്രമാണ് 3 പേരും ഫ്രീ ആവുന്നത്. ബാക്കിയുള്ള ടൈമിൽ ഞായറാഴ്ച മാത്രമാണ്, ഈ രാത്രി മാത്രമാണ് ഞാൻ ഈ ഫ്രീ ആവുന്നത്, ഇവനും ഫ്രീ ആവുന്നത്. സോ നമുക്ക് കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുന്ന സമയം കിട്ടില്ല. അപ്പോൾ ഞായറാഴ്ച തൊട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ലിമിറ്റ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞങ്ങൾ ബാക്ക് സ്റ്റോർ എന്ന രീതിയിൽ ഞാനിപ്പം ഈ മോണിറ്റൈസ് ആയി കഴിഞ്ഞ ശേഷം ഇടാം എന്നൊരു പ്ലാനിൽ ഇങ്ങനെ പോകുന്നത്. താങ്ക് യു. ഇതുവരെ സപ്പോർട്ട് ചെയ്തതിന് നന്ദിയുണ്ട്. നിങ്ങളുടെ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ഇവരെ കാണിച്ചു കൊടുത്തു. ഞങ്ങളുടെ നാട്ടുകാരെ ആണെന്ന് അറിഞ്ഞ സന്തോഷമുണ്ട്. അതുപോലെ ചേട്ടൻ പൊളിയാണ്. ചേട്ടൻ മൾട്ടി ടാലന്റഡ് പേഴ്സൺ ആണല്ലേ. പുള്ളി ഫയർ സ്റ്റേഷനിലാണ് വർക്ക് ചെയ്തതെങ്കിലും പുള്ളിക്ക് വേറെ എന്തൊക്കെയോ കലാപരിപാടികളുണ്ട്. പാട്ട് പാടുന്ന പാട്ട് കിട്ടിയിട്ടാണ്. അതുപോലെ തന്നെ എന്തോ ഈ മസാജിന്റെ പോലത്തെ എന്തോ ഒഴിച്ചിലോ എന്തൊക്കെ കാര്യങ്ങൾ. ഹായ് ജിഫിയ, എന്തോ ഉണ്ടെന്ന് ഇന്നലെ ലൈവിൽ പറയുന്ന കേട്ടിട്ടുണ്ടായിരുന്നു. ജിഫിയ ഹോസ്പിറ്റലിലാണോ അതോ ഡിസ്ചാർജ് ആയോ? എങ്ങനെയുണ്ട് ഇപ്പൊ? എങ്ങനെയുണ്ട്? സൺഡേയോ മൺഡേയോ ആവുമെന്നാ പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഇൻഫെക്ഷൻ കൂടി എന്ന് പറയുന്നുണ്ടായിരുന്നു. ജിഫിയ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എങ്ങനെയുണ്ട് ഇപ്പൊ? വൈപ്പർ എവിടെയാ? വീട്ടിലാണോ വൈപ്പർ? ലൈക്ക് ചെയ്തു. കാണുന്ന ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണം. ഡബിൾ ടാപ്പ് ചെയ്ത് ലൈക്ക് ചെയ്തേക്കണം. ഫിസിയോതെറാപ്പിസ്റ്റ് ആണല്ലേ? ഓക്കെ. ഗുഡ്. മൾട്ടി ടാലന്റഡ് ആണ് പുള്ളി, എല്ലാ മേഖലയിലും. ഹായ് ചിന്താശകലങ്ങൾ. ഹായ്. ചിന്താശകലങ്ങൾ സ്ഥലം ട്രിവാൻഡ്രം അല്ലേ? എന്ത് പറ്റി? ബാക്കിയുള്ള ആരും റിപ്ലൈ കമന്റ് ചാറ്റ് വരാത്തതാണ്. എന്ത് പറ്റി? നിങ്ങൾ എല്ലാവരും ചാറ്റിൽ ഭയങ്കര സ്ലോ ആണല്ലോ. അതുപോലെ വ്യൂവേഴ്സും കുറവാണ്. എന്ത് പറ്റി? മഴയാണോ? അതെ, ട്രിവാൻഡ്രം ആണ്. ഓക്കെ. എനിക്ക് ഓർമ്മയുണ്ട്. ഐ തിങ്ക് കാട്ടാക്കട അല്ലേ? കാട്ടാക്കടയെ മറ്റോ അല്ലേ വീട്? കാട്ടാക്കടയാണെന്ന് പറഞ്ഞ കേട്ടാണ് എൻ്റെ ഓർമ്മ. ശരിയാണോ? കട്ടക്കടയെന്ന് പറഞ്ഞ കേട്ടാണ് എൻ്റെ ഓർമ്മ. കട്ടക്കടയാണോ? അതെ. ഓക്കെ. പിന്നെ ബാക്കി എന്തൊക്കെ? എല്ലാവരും ചായ കുടിച്ചോ? അവിടെ മഴയൊക്കെ ഉണ്ടോ? നിങ്ങൾ ഇപ്പൊ എവിടെയൊക്കെ മഴയുണ്ട്? നിങ്ങൾ ലൈവ് കാണുന്ന ആൾക്കാർ സ്ഥലങ്ങളിൽ എവിടെയൊക്കെ? അതെ, ഞാൻ അങ്ങനെ ചില കാര്യങ്ങൾ ഓർത്ത് വയ്ക്കാറുണ്ട്. പിന്നെ ആദ്യം വരുന്നവരൊക്കെ നമ്മൾ ഓർമ്മയുണ്ട്. കാരണം വെച്ച് കഴിഞ്ഞാൽ ലൈവിന്റെ തുടക്കം, അതായത് ആദ്യം നമ്മൾ ലൈവ് ചെയ്യുന്ന സമയത്തുള്ള ആൾക്കാരെയൊക്കെ ഓർമ്മയുണ്ട്. സ്ഥിരം വരുന്നതുകൊണ്ട് അവരെയൊക്കെ ഓർമ്മയുണ്ട്. അവരുടെ സ്ഥലവും കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ട്. രാവിലെ മുതൽ മഴയാണല്ലേ? ഇവിടെയും രാവിലെ മുതൽ മഴയായിരുന്നു. ബട്ട് ഇപ്പൊ നല്ല തെളിഞ്ഞു കിടക്കുകയാണ് ആകാശം. ഇപ്പൊ കുഴപ്പമില്ല. പിന്നെ ലൈവ് കാണുന്ന ബാക്കിയുള്ളവരോട് ചാറ്റ് ചെയ്യുക. ചാറ്റിൽ വന്നാൽ മാത്രമേ നമുക്ക് ഇവിടെ മഴയൊക്കെ. ട്രിവാൻഡ്രത്തപ്പം മഴയാണെന്ന്, രണ്ടിടത്ത് മഴയാണെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. 2 പേർ ട്രിവാൻഡ്രത്താണ്. ദക്ഷുട്ടനും ഒഫീഷ്യൽ, ഞങ്ങൾ ഒഫീഷ്യലും, അതുപോലെ ചിന്താശം. 2 പേരുടെ സ്ഥലം TVM ആണ്. സോ TVM മഴയാണെന്നുള്ളത് കൺഫേം ആയിട്ടുണ്ട്. കൊല്ലത്ത് ഈ പടം നമുക്ക് നമ്മുടെ പരവൂര് ഇപ്പൊ മഴയില്ല നിലവില്. വല്ലാത്ത കാലാവസ്ഥയാണ്. ഓക്കെ. ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു വാവ് കഴിയുന്നതോടും കൂടി മഴ തീരുമെന്ന് വിചാരിച്ചു. എന്നിട്ടും രക്ഷയൊന്നുമില്ല. ഭീകര മഴ തന്നെയാണ്. സാധാരണ വാവ് കഴിയുമ്പോഴത്തേക്കും വാവിന്റെ അന്നും കൂടെ മഴ കാണാറുള്ളൂ. പിന്നെ മഴ കാണാറില്ലായിരുന്നു. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി വാവ് കഴിഞ്ഞിട്ടും ഇപ്പോഴും പെയ്തുകൊണ്ടിരിക്കുകയാണ്. ബാക്കിയുള്ളവരോട് ചാറ്റ് ചെയ്യുക. ചാറ്റ് വന്നാലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈവിൽ ടോപ്പിക് സംസാരിച്ചു പോകാൻ പറ്റത്തുള്ളൂ. സോ അല്ലാതെ നമ്മൾ മാത്രം സംസാരിച്ച് നോക്കി കഴിഞ്ഞാൽ ലൈവ് ഭയങ്കര ബോറായിരിക്കും. സോ ലൈവ് കാണുന്നവർ എന്തായാലും ചാറ്റ് ചെയ്യുക.